ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം തേരാപ്പാര. നമ്മളിന്ന് ക്രിസ്മസിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കിടക്കുന്നത്. ക്രിസ്മസിൻ്റെ ആഴ്ചയിലേക്ക് കിടക്കുവാണ്. അപ്പം പുൽക്കൂട് പണിയുന്നതും പിന്നെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ. നമ്മൾ അങ്ങനെ കാട്ടിലോട്ട് പ്രവേശിക്കുകയാണ്. ശിനു, ഈ കാട്ടിനെ കുറിച്ച് ഒന്ന് വർണ്ണിപ്പിച്ചേ. വീണ് പോകണം. നീ രാവിലെ ചായ അല്ലേ കുടിച്ചത്? നിനക്ക് വഴി അറിയാലോ. ഒന്നും പൊക്കോ. മരം വീണ് കിടന്നിട്ട് അതിൻ്റെ അകത്ത് ഫംഗസ് പിടിച്ചെടുക്കുന്നത്. പിന്നെ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്നും കമൻ്റ് അടി. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക്, ഘോരമായ വനത്തിലേക്ക് പതുക്കെ പെണ്ണെ തലയും കുത്തി വീണാൽ പണി കിട്ടും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വഴികാട്ടിയാണ് നമ്മുടെ അനിയത്തി. യോ, സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഒന്നുകൂടെ സുഹൃത്തുക്കളെ, അങ്ങ് ലയൺ ടെയിൽഡ് മങ്കി എന്ന് പറഞ്ഞ ഒരു സാധനം, അത് ഈ മൂകാംബിക അഭയാരണ്യത്തിൽ മാത്രം കണ്ടുവരുന്നതാണ്. വേറെ എവിടെയും നിങ്ങൾക്ക് അത് കാണാൻ പറ്റൂല. അവിടെ ആ മരം ഷേക്ക് ചെയ്യുന്ന കണ്ടോ നിങ്ങൾ? അവിടെ ലയൺ ടെയിൽഡ് മങ്കി ഉണ്ട്, അതായത് സിംഹവാലൻ കുരങ്ങ്. ഞങ്ങൾ കുറേ നാളായി ഇങ്ങോട്ടൊന്നും വരാത്തതിൻ്റെ പേരിൽ അവർ ഞങ്ങളോട് പിണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പം തന്നെ മാറി ഇതാണ്ട് ചാടിപ്പോയി. ഞങ്ങളുടെ ബിസി ഷെഡ്യൂൾ കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും വരാൻ പറ്റുന്നില്ല ഗൈസ്. അതെ, അതാണ് സംഭവം. ഘോരമായ വനമാണ്. കാട്ടിലോട്ടൊന്നും ആരും പ്രവേശിക്കാത്തത് കൊണ്ട് ഈ വടികൾക്കൂടെയൊക്കെ ശങ്കരാചാര്യൻ പണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ശങ്കരാചാര്യൻ പണ്ട് കൊടച്ചാലിൽ പോകാൻ ഗൂഗിൾ മാപ്പ് ഞങ്ങൾ യൂസ് ചെയ്തത്. അവള് പോയി, അവൾക്ക് വഴി തെറ്റി. അതൊക്കെ അതിലൂടെ വന്നായിരുന്നു ശങ്കരാചാര്യർ. നീ എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോ. അതൊക്കെ അങ്ങനെ നമുക്ക് വേണ്ട സാധനം ത്തിൻ്റെ ഡെസ്റ്റിനേഷൻ എത്താറായി. പതുക്കെ അഡ്വെഞ്ചർ നിറഞ്ഞ പാതയാണ് സുഹൃത്തുക്കളെ, ഒന്നും പറയാനില്ല. ഇന്ന് മനോഹരമായ സ്ഥലങ്ങൾ. ഇത് കണ്ടോ? കാണിച്ചു. ഇതുണ്ടോ? പ്യൂർ സ്റ്റോൺ. ഇത് ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ എവിടെയും കിട്ടാത്ത തരം ഭയങ്കര ഒരു വൈശിഷ്ട്യമായ രക്തങ്ങളും കല്ലുകളും അടങ്ങിയ പാറയാണെന്നാണ് ജിയോളജിക്കൽ സർവേ 2015 വന്നപ്പം പറഞ്ഞത്. ഇതിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കണ്ടോ? നിങ്ങൾക്ക് ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. കണ്ടില്ല? ആ പൊടി പറക്കുന്നുണ്ടല്ല. ആ പൊടി പറന്നതിൻ്റെ ഒരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ആ അടിപൊളി ഡയമണ്ട്സും ശേഖരങ്ങളും അടിയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളാരും ഡയമണ്ട്സ് മേടിക്കാറില്ല. നമുക്ക് വേണ്ടപ്പോൾ ഇവിടെ തന്നെ വന്ന് ഇവിടെ വന്ന് മേടിക്കാറുള്ളൂ. മേടിക്കാറുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സഞ്ചാരി. ഫുൾ അഡ്വഞ്ചറസ് ആണ് സുഹൃത്തുക്കളെ. ഈ പാറയിൽ ഒന്ന് കാണിച്ചു കൊടുത്ത് അങ്ങോട്ടും കൊണ്ടുപോകും. ഈ പാറയിലൊക്കെ വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ കാടിൻ്റെ രാജാവും പുലിയും സിംഹവും 2 പേരും കൂടെ ചെസ്സും ലൂടെയൊക്കെ കളിക്കുന്ന സ്ഥലങ്ങളാണ്. അവർ ഹൈഡ് ആൻഡ് സീക്കും കളിക്കാറുണ്ടെന്നൊക്കെയാണ് ഇന്നലെ ഡെക്കൻ ഹെറാൾഡ് ന്യൂസിൽ ഞാൻ കണ്ടത്. എന്തൊക്കെയാണോ പണ്ട് കാലത്ത് ഏൻഷ്യൻറ്റ് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച പോലെ പണ്ടത്തെ മനുഷ്യർ കാട്ടിൽ വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവർക്ക് ഹണ്ടിങ്ങിനും വെപ്പൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്റ്റോൺസ് ആയിരുന്നു ഇത്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഷേപ്പൊക്കെ കിടക്കുന്നുണ്ടല്ലേ?
ഒരു വെപ്പൻ്റെ സൈസാണല്ല. അപ്പം അത് ഇവർ കാർവ് ചെയ്തെടുത്ത് ബാക്കി വെച്ചിട്ട് പോയതാണ്. അപ്പം ഇന്ന് നമുക്ക് ഇത് ഈ കാടിൽ മാത്രമേ, മൂകാംബിക അഭയാരണ്യത്തിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അയ്യോ, നിങ്ങൾക്ക് ഞാൻ എലിഫന്റ് പിണ്ടം കാണിച്ചു തരാം. മൈ ഗോഡ്, എലിഫന്റ് ഇതാണോ? വലിയ എലിഫന്റ് പിണ്ടാണ്. കിങ്സിൽ പറയുന്ന പോലെ എലിഫന്റ് പിണ്ടം. ഇതാണ് വലിയ എലിഫന്റ് പിണ്ടം. വായില് നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളയും രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. സുഹൃത്തുക്കളെ, നമ്മൾ കാട്ടി വന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞിരിക്കുകയാണ്. മാക്സിമം ആരും കാടിനെ ഉപദ്രവിക്കാതിരിക്കുക. അവിടുത്തെ വന്യജീവികളെയും മരങ്ങളെയും പിന്നെ എല്ലാ സംഭവങ്ങളെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ നോക്കുക. അപ്പം പുൽക്കൂടിൻ്റെ പണികൾ ഇനിയും തുടങ്ങിയിട്ടില്ല, തുടങ്ങാനുണ്ട്. അപ്പം ആ കാഴ്ചകളിൽ കൂടെ സുഹൃത്തുക്കളെ, പുൽക്കൂടിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. വീഡിയോ മുഴുവൻ എടുക്കാൻ പറ്റില്ല, ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം ഇതിൻ്റെ മുഴുവൻ ഡിസൈനിങ് ഒക്കെ അതാണ്ട് എൻ്റെ അനിയത്തിയാണ്. കുഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. എവിടെ പോയി? പറ, എന്തെങ്കിലുമൊക്കെ പറ. സുഹൃത്തുക്കളെ, ഇത്രയും പണി ആയി. ഇതിൻ്റെ വർക്കിംഗ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം തിരക്കായിപ്പോയി, ഓർത്തുമില്ല ആ കാര്യം. അങ്ങനെ സുഹൃത്തുക്കളെ, പുൽക്കൂടിൻ്റെ അത്യാവശ്യം നല്ല പണികളൊക്കെ കഴിഞ്ഞു. മുട്ടപ്പുല്ല് പറിക്കാൻ വേണ്ടി പോവാണ് ഞാനും അനിയത്തിയും കൂടെ. അനിയത്തി എൻ്റെ മലയൊക്കെ നോക്കിയിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം നല്ലൊരു കാട്ടിലെ മലയാണ്, നല്ല അടിപൊളി രസമാണ്, നല്ല വ്യൂ സീനറി ഒക്കെയാണ്. മഴക്കാലത്തൊക്കെ കോടയൊക്കെ മൂടി അടിപൊളിയാണ് കാണാൻ. എന്തായാലും കൊട്ട കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കണ്ടത്തിലോട്ട് പോവാം. ഞാൻ കാണുന്നതാണ് ഞങ്ങളുടെ കണ്ടം. ഇത് എൻ്റെ പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് ഇവിടെ താഴെ എവിടെ നീട്ടുണ്ടോ നോക്കാം. This is passion fruit. This is available in everywhere. ഓക്കെ, ഞങ്ങൾ പുല്ല് പറിക്കാൻ വേണ്ടി പോവാണ്. എന്താ പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ കണ്ടം. ഞങ്ങൾ പോകാൻ പുല്ല് പറിക്കാൻ വേണ്ടി പോകാനുള്ള കണ്ടം. അതിദാരുണമായ വഴിയാണ്. എൻ്റെ മുട്ടപ്പുല്ല് തന്നെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് സാധനം, മുട്ടപ്പുല്ല് എന്ന് പറഞ്ഞ സാധനം. ഗൂഗിൾ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതല്ലായിരിക്കും. അത് ഞങ്ങൾ പണ്ട് ക്രിക്കറ്റും ഫുട്ബോളും ബാസ്കറ്റ് ബോളും പിന്നെ ഹോക്കി നമ്മൾ ഇടയ്ക്ക് കളിക്കുമായിരുന്നല്ലേ. നമ്മൾ ഹോക്കി കളിക്കുമായിരുന്നല്ലോ ഇടയ്ക്ക്. ഹോക്കിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അമേരിക്കയിലും അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കണ്ടുവരുന്ന ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ട് പശുക്കളൊക്കെ ഇങ്ങനെ ഫീൽഡിൽ പുല്ല് മേയുന്നു. അത് ഇവിടെ മാത്രമേ യൂറോപ്പിൽ പാൽ സൊസൈറ്റി ഉണ്ട്, ഡയറി മിൽക്കിൻ്റെ. ഇതുണ്ടല്ലേ ഇങ്ങനെ ഗ്രേസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കൊക്കൊക്കെ ഓടി ഇറക്കുന്നുണ്ടല്ലേ, ഇത് ഫ്രീഡം അവിടെ. ഇതാണ് ഞങ്ങളുടെ കണ്ടം. ഇവിടെയാണ് നമ്മൾ പുല്ല് പറിക്കാൻ വന്നേക്കുന്നത്. മുട്ടപ്പുല്ലിന് ഇനി വെള്ളത്തിന് ഇറങ്ങേണ്ടി വരും. അപ്പുറത്തോട്ടുണ്ട്. കമ്മ ഇതാ മോനോ, ഡാ ഇങ്ങ നോക്കടാ. ഇവിടെ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, ആ കാണുന്നതാണ് അങ്ങോട്ട് എന്താ കാണിക്ക്. അതാണ് മുട്ടപ്പുല്ല്. ഇതാണ് നമ്മളിന്ന് പുൽക്കൂടിൻ്റെ സൈഡിൽ കൂടെ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ട് വെക്കാൻ പോകും. അത് പറിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഐഡിയ. ഇതാണ് സാധനം. നിങ്ങൾ കാണുന്നുണ്ടോ ചേട്ടന്മാരിങ്ങനെ പണിയെടുക്കുന്നതാണ്. അനിയത്തിമാർക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷം നിങ്ങളെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു മാതിരി സന്തോഷമാണ്, അല്ലേ ചേട്ടാ? ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ നോക്കിക്കോ, ഒരു ഹായ് പറഞ്ഞേ. സുഹൃത്തുക്കളെ, എന്നെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഗൈസ്, ഇപ്പം നമുക്ക് വേണ്ട സാധനം കിട്ടി, നമ്മൾ പോവുകയാണ്. സന്തോഷസൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. ഗൈസ്, ഇതെന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ദിസ് ഈസ് അത്തിമരം. നോക്കൂ ഗൈസ്, അമ്മേ. പിന്നെ ഇത് തിരിക്കാല. ഞങ്ങൾ തിരിക്കാല് കുറേ ഉണ്ടാക്കി. അതും രാത്രി ഇതിൻ്റെ അകത്ത് തന്നെ ചിരട്ട വെച്ചിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് സെറ്റപ്പാക്കാൻ വേണ്ടിയായിരുന്നു. ഇതെല്ലാം കാണിച്ചു തരാം രാത്രി.
അപ്പോൾ തന്നെ ഇത്രയൊക്കെ സെറ്റപ്പ് ആക്കി. ഇതിൻ്റെ ഭംഗിയും ലൈറ്റിങ്ങും പരിപാടിയൊക്കെ കാണെങ്കിൽ നമ്മൾ വൈകിട്ട് നാളെ കരോളാണ്. നാളത്തെ ദിവസം ഞാൻ കാണിച്ചത്. ഇത് പണ്ടുണ്ടാക്കിയൊരു എന്നാ കാർബോർഡിൻ്റെ മുകളിൽ ഇച്ചിരി തമിഴ പീസൊക്കെ ഒട്ടിച്ച് അങ്ങനെ സെറ്റാക്കിയതാണ്. അതിൻ്റെ അകത്ത് വേറെ രൂപങ്ങളൊന്നുമില്ല, എല്ലാം സെറ്റാക്കണം. ഇവിടെ അകത്തൊരു ലൈറ്റുണ്ട്. പിന്നെ ഇതൊരു വിൻഡ് മില്ലാണ് ചെറുത്. പിന്നെ അങ്ങനെ ചെറിയൊരു മല, ഇതൊരു ചെറിയൊരു ക്രിസ്മസ് ട്രീ, അങ്ങനെയൊക്കെയുണ്ട്. ഇതിൻ്റെ ലൈറ്റിങ്ങും പരിപാടിയൊക്കെ വരുന്ന രാത്രിക്കാണ് ഭംഗി കാണാൻ. ഞങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ, ഏകദേശം പുൽക്കൂടിൻ്റെ പണി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. തിരിക്കാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, അവിടെ ഇവിടെയൊക്കെ തിരിക്കാലും അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പം ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് രാത്രിയിൽ ഇതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ദി നെക്സ്റ്റ് ഡേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പുൽക്കൂടിൻ്റെ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ആ ഭംഗി നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഡാൻസ് കൂടി പഠിച്ചിരുന്നാ നല്ലത്. ചെറിയ 1-2 സ്റ്റെപ്പ് എവിടെയെങ്കിലും സൊസൈറ്റി പോകുമ്പോൾ ഡാൻസ് അറിയാമോ എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് ഡാൻസ് ചെയ്യണം. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. അടി, പിടി, വെട്ട്, കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. പോട്ടെ 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 നോക്കടി, എന്തൊരു ദൂരം പോകുന്നറിയോ? വീട്ടിലാണ്